നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബറോടുകൂടി ആരംഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതേസമയം 2025 മാർച്ചോടുകൂടി കാലാവധി അവസാനിക്കുന്ന ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും ഇക്കുറി തന്നെ ഹരിയാനയോടൊപ്പം തന്നെ നടക്കും എന്ന വ്യക്തമായ സൂചന ലഭിച്ചതോടുകൂടി BJP നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുകയാണ്. നമുക്കറിയാം, ഹരിയാനയിലും ഡൽഹിയിലും ഇന്ത്യ മുന്നണി സംയുക്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹരിയാനയിലുള്ള ആം ആദ്മി പ്രവർത്തകരും ഡൽഹിയിലുള്ള അനേകം ആം ആദ്മി പ്രവർത്തകരും ഒരുമിച്ച് തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് നിൽക്കുകയാണ്. കർഷക സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹി ജനത സാക്ഷ്യം വഹിച്ചതാണ്. അന്ന് കെജ്രിവാൾ കൊടുത്ത ധാർമ്മിക പിന്തുണ ഹരിയാനക്കാർ ഒരിക്കലും മറക്കുകയുമില്ല. ഡൽഹിയിൽ ആം ആദ്മിയെ തകർത്ത് കളയാം എന്നുള്ള നീക്കവുമായി വർഗീയ ശക്തികൾ തിമർത്താടുമ്പോൾ അതിനെ തടയാൻ പല്ലും നഖവും ഉപയോഗിച്ച് തന്നെയാണ് ആം ആദ്മി പ്രവർത്തകർ ശക്തമായി തെരുവോരങ്ങളിൽ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ പുറത്തിറക്കുന്നത് വരെ അവർ സമരം തുടരുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, ഹരിയാനയിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. 10ൽ 10 നേടിയ BJP 2019 വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടാവുകയും ചെയ്തു. കെജ്രിവാൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഹരിയാനയിലും ഡൽഹിയിലും ഒരുപോലെ അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭരണം വന്നാൽ മാത്രമേ ഡൽഹി ജനതയ്ക്കും കാര്യമായ ഗുണം കിട്ടുകയുള്ളൂ. കാരണം കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുട്ടാത്തർക്ക ന്യായവുമായി എല്ലാ തോതിലും ഡൽഹി ജനതയെ ദ്രോഹിക്കാൻ ഹരിയാനയിലെ നിലവിലെ BJP സർക്കാരിന് ഒട്ടും മടിയില്ല. BJP നേതൃത്വം എങ്ങനെയും വെടക്കാക്കി തനിക്കാക്കാൻ വേണ്ടി ഡൽഹി ജനതയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് ആം ആദ്മി പറയുന്നത് തെളിവുകൾ നിരത്തിയാണ്. കോൺഗ്രസ് ഒരു കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഡൽഹിയിൽ സഖ്യത്തിൻ്റെ ഫോർമുല മുന്നോട്ട് വെച്ച ആം ആദ്മി പാർട്ടിയുടെ ഈ ഇക്വേഷൻ സ്വീകരിച്ചു എന്ന് തന്നെ വ്യക്തമാണ്. ഡൽഹിയിലെ 70 സീറ്റുകളിൽ 42 ആം ആദ്മി പാർട്ടിയും 28 കോൺഗ്രസും എന്ന നിലയിൽ ഇന്ത്യ മുന്നണി സംയുക്തമായി മത്സരിക്കാൻ ഏറെക്കുറെ ധാരണയായി കഴിഞ്ഞിരിക്കുകയാണ്. ഹരിയാനയിലും അതിൻ്റെ രീതിയിൽ കൃത്യമായി ആനുപാതികം എന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഹരിയാനയിലെ 90 നിയമസഭാ സീറ്റുകളിൽ 80 കോൺഗ്രസും 10 ആം ആദ്മി പാർട്ടിയും എന്ന രീതിയിലേക്ക് ഇക്വേഷൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഇത് തീർച്ചയായും BJPക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഇരുട്ടടി തന്നെയാണ്. ഹരിയാനയിൽ ഭൂപീന്ദർ ഹൂഡ അധികാരത്തിലേക്കും ഡൽഹിയിൽ കെജ്രിവാൾ വീണ്ടും അധികാരത്തിലേക്കും എത്തിയാൽ BJPയുടെ നടുവൊടിയും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കേന്ദ്രത്തിലിരിക്കുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ചുട്ട മറുപടി കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി അതിശി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ നിലവിൽ നിയമസഭയെ മുക്കാൻ വേണ്ടിയുള്ള പല കളികളും നടത്തുന്നുണ്ട് BJP. എന്നാൽ ഇപ്പോൾ BJPക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടത്തിയാൽ അവിടെ ലോക്സഭയിലെ തുടർ വിജയമൊന്നും ആവർത്തിക്കാൻ കഴിയില്ല. സർവേ ഫലങ്ങളിൽ കൃത്യമായും പ്രാദേശിക വികാരം ആം ആദ്മിയോടൊപ്പമാണ് എന്ന് വിലയിരുത്തപ്പെടുകയാണ്.